ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കലേഡിയം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പൂക്കളല്ല, ഇലകളുടെ സൗന്ദര്യം കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയോട് അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കലേഡിയം ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഇലകൾക്ക് അത്രയും ഭംഗിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ഫാനാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കുറച്ച് കലേഡിയം കളക്ഷൻസിനെ പരിചയപ്പെടുത്തുകയാണ്. അവയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ കലേഡിയം പ്ലാന്റ്. ഇത് എലിഫൻ്റ് ഇയർ എന്നും ഹാർട്ട് ഓഫ് ജീസസ് എന്നും ഏഞ്ചൽ ഓഫ് വിങ്സ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇലകളിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. കണ്ടോ, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഇലകളും വലിയ ഇലകളുമാണ്. ഇത് താള് എന്നും നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്, താള്. പക്ഷേ നമ്മളെ നാട്ടിൽ കാണുന്ന താളിനേക്കാളും ഒരുപാട് വെറൈറ്റീസ് ഇന്നിപ്പം എല്ലാ നഴ്സറീസിൽ അങ്ങനെ അവൈലബിൾ അല്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇത് കളക്ട് ചെയ്യുന്ന എനിക്കൊരു ഹരമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ഇതിനു വേണ്ടി ഞാനിത് ഓരോ ചെടികളും ഞാൻ സംഘടിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിൽ ഫ്ലവർ വരുന്നുണ്ട്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പക്ഷേ ഫ്ലവർ അത്രയൊന്നും അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലവർ ആരും ശ്രദ്ധിക്കാറുമില്ല. കണ്ടോ, ഇതിൻ്റെ ഇലകൾ ഒരു നീളം. അതേസമയത്ത് ഇതിൻ്റെ ഇലകളിലും ഓരോന്നും ഓരോ വ്യത്യസ്തമാണ്. ഇത് റൗണ്ട് ഇലയാണ്. ഇത് കണ്ടോ, ഇത് റൗണ്ട് ഇല. ഇത് കുറച്ചും കൂടി നീളം. അതുപോലെ ഇതിൻ്റെ ഇല നല്ല നീളത്തിലുള്ള ഇലയാണ്. പക്ഷെ നല്ല ഭംഗിയാണിത്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. വേണമെങ്കിൽ രാവിലത്തെ വെയിൽ നമുക്ക് കൊള്ളിക്കാവുന്നതാണ് കുറച്ച് നേരം. അല്ലാണ്ട് കടുത്ത വെയിലൊന്നും ഇതിന് താങ്ങാൻ പറ്റൂല. ഇത് കണ്ടോ, നല്ല കുഞ്ഞല. എന്തൊരു ഭംഗി ഇതിന്. അതുപോലെ ഇത് നോക്കൂ, റെഡ് കളർ, അതിൽ വൈറ്റ് ഡോട്ട്സ് ഉള്ള കലേഡിയാണിത്. ഇതിനകത്ത് ട്യൂബേഴ്സ് ഉണ്ടാവും. ആ ട്യൂബർ വഴിയാണ് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക. ഞാൻ ഇതുവരെയും പുതിയ തൈകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കണം. ഇത് നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരുന്ന ടൈപ്പാണിത്. ഇത് പോട്ടിലാണ് കുറച്ചും കൂടി നന്നായിട്ട് വളരുന്നത് പുറത്ത് വെച്ചതിനേക്കാളും. പിന്നെ ഹാങ്ങിങ് പോട്ടിലും ഇത് നല്ല ഭംഗിയിൽ വളരുന്നുണ്ട്. ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപൂർവം ചില ചെടികൾ വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ അതിൻ്റെ ഇലകളെല്ലാം നശിച്ച് ഒരു സുഷുപ്തിയിൽ കുറച്ച് നാൾ നിൽക്കും. പിന്നെ വീണ്ടും അതിൻ്റെ ട്യൂബേഴ്സിൽ നിന്നും കുറേ ചെടികൾ വന്ന് പോട്ട് നിറഞ്ഞ് ആ മുമ്പേ ഉണ്ടായതിനേക്കാളും ഭംഗിയിൽ അതിൻ്റെ ചെടികൾ വന്ന് പോട്ട് നിറഞ്ഞു നിൽക്കും. പിന്നെ പൊതുവേ കലേഡിയം പോയിസണസ് ആണെന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് പട്ടികൾക്കും പൂച്ചകൾക്കും. അതുകൊണ്ട് പെറ്റ്സൊക്കെ ഉള്ളവർ ഈ ചെടികൾ വളർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഇലകൾ ഭക്ഷിച്ചാൽ ചിലപ്പോൾ അപകടമായിപ്പോവും. ഇത് നോക്കൂ, ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ നടുക്കൊരു റെഡ് കളർ, നല്ല ഭംഗിയാണ് ഈ ഒരു കലേഡിയം കാണാൻ. പിന്നെ ഇതിന് അധികം രോഗങ്ങളൊന്നും വരാറില്ല, വളർത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബിഗോണിയ വളർത്തുന്ന അത്രയൊന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറില്ല കലേഡിയം വളർത്താൻ. അതിന് നട്ടുകൊടുത്താൽ മതി, അത് നന്നായിക്കോളും. നല്ലോണം വളമൊക്കെ ഇട്ട് കൊടുത്ത് നടുമ്പോൾ തന്നെ പോട്ടി മിക്സ് നന്നായിട്ട് ഇട്ട് കൊടുത്തുന്ന വളമെല്ലാം ചേർത്ത് നല്ല പോട്ടി മിക്സ് എല്ലാം ആക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പോട്ട് കണ്ട, ഇതിൽ നോക്കൂ, ഇതിലിപ്പോൾ ഒന്നുമില്ല. ഇതിൽ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറുള്ള ഒരു കലേഡിയം ഉണ്ടായതാണ്. പക്ഷേ അത് പെട്ടെന്ന് അതിൻ്റെ ഇലകൾ നശിച്ചു പോയി. അത് ഈ പറഞ്ഞ പോലെ സുഷുപ്തിയിലായി. ഇപ്പോൾ ഞാനത് അതിനെ നോക്കി, അപ്പോൾ അതിനകത്ത് ട്യൂബർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ നന്നായിട്ട് വീണ്ടും മുമ്പേത്തേക്കാളും ഭംഗിയിൽ. ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാകാറുള്ള ഒരു പ്ലാന്റ്സ് ആണ്. ഇതിന് നല്ല ബുഷിയായി വളരുന്ന ടൈപ്പാണ്. ഇത് നിറയെ തൈകളും ഉണ്ടായിരിക്കും. ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ ഇത് നന്നായിരിക്കും. പിന്നെ ഇത് നോക്കൂ, ഇതും സാധാരണയായി എല്ലാവരുടെ അടുത്തും കാണപ്പെടുന്നതാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല വെള്ള കളറാണ്.
പക്ഷേ ഇത് ഇത്രയും നാൾ മഴയത്തായിരുന്നു, അത് കാരണമാണ് ഇപ്പോൾ അതിൻ്റെ കളറ് പെട്ടെന്ന് പോയി മഴ കൊണ്ടപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി. പിന്നെ ഇതിൽ നിറയെ തൈകളും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച തായ് വെറൈറ്റീസാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ തൈകൾ മാറ്റി വെക്കാൻ പറ്റും. അതിൽ തൈകൾ വരുന്നതും കുറവാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. എനിക്ക് കലേഡിയത്തിനുള്ള ക്രേസ് മനസ്സിലാക്കിയിട്ട് ഇതെനിക്ക് തന്നതാണ്. ഇതിൽ നിറയെ ചെടികളുണ്ടായിരുന്നു, അതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ പല പോട്ടിലാക്കിയിട്ട് ഇപ്പം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുഞ്ഞിലയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഞാൻ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എൻ്റെ കളക്ഷനിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. ഇത് ഞാൻ കലേഡിയം വെക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം വാങ്ങിച്ച പോട്ട്സാണ്, ആപ്പിൾ ഷേപ്പിലുള്ളത്. പിന്നെ പൊതുവേ കലേഡിയം കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റ്സ് ആണ്. 250 മുതൽ 350 വരെയെല്ലാം വിലയുണ്ട്. അത് തന്നെ നഴ്സറീസിൽ കിട്ടാനുമില്ല. അങ്ങനെ ഞാനിതെല്ലാം ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, മഴക്കാലത്താണ് ഇത് നന്നായി വളരുന്നത്. വേനൽക്കാലത്ത് ഇതിൻ്റെ ഈ ആദ്യം വന്ന ഇലകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതിന് പൊതുവെ ഇലകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ ഇല ഉണ്ടെങ്കിൽ ശരിക്കും ഇത് ഒരു ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇലകളാണല്ലോ ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് എനിക്കൊരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. കമ്പോസ്റ്റും ഗാർഡൻ സോയിൽ, പൂഴി ഇവ 1:1:1 എന്ന അനുപാതത്തിൽ എടുത്ത് പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മളത് നട്ടുകൊടുത്താൽ പിന്നെ ഒരുപോലെ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫെർട്ടിലൈസർ ആണെങ്കിൽ വല്ല ജൈവവളവും അതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രം, ചാണക വെള്ളമോ അല്ലെങ്കിൽ പുളിപ്പിച്ച പിണ്ണാക്കൻ വെള്ളമോ അതുപോലെ വല്ലതും കൊടുത്താൽ മതി. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്, നമുക്ക് ചില ചെടികൾ കളക്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെടിയോടുണ്ടെങ്കിൽ, അങ്ങനെ കളക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ചെടിയാണ് കലേഡിയം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കലേഡിയം കളക്ട് ചെയ്യാൻ തുടങ്ങിക്കോളുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.